നമോ ഭഗവതേ വാസുദേവായ. നമ്മൾ എത്ര കേട്ടാലും മതി വരാത്ത, എത്ര കേട്ടാലും നമുക്ക് ആനന്ദത്തെ നൽകുന്ന ഭക്തന്മാരായിരിക്കുന്നവർക്കെല്ലാം കേൾക്കുന്ന മാത്രയിൽ ശ്രവണേന്ദ്രിയത്തിന് ആനന്ദം, കാണുന്ന മാത്രയിൽ നയനേന്ദ്രിയത്തിന് ആനന്ദം, ഇങ്ങനെയെല്ലാം ആനന്ദത്തെ നൽകുന്നതായിരിക്കുന്ന ഭഗവത് അവതാരത്തിൻ്റെ മുമ്പുള്ള ഭാഗങ്ങളാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അവതാരം വരാൻ പോകുന്ന സമയമാണ് ഇപ്പം. അപ്പോൾ തീർച്ചയായും നാമെല്ലാം മനസ്സിനെയും ഇന്ദ്രിയങ്ങളുടെ വ്യാപാരത്തെയൊക്കെ നിയന്ത്രിച്ച് ആ ഭഗവത് അവതാര സങ്കല്പത്തിൽ മാത്രം നിർത്തുക, ഭഗവാനിൽ മാത്രം മനസ്സ് നിർത്തുക, ശ്രദ്ധയൂന്നുക. എത്രയോ ഒരു പുണ്യമാണ് നമുക്കൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ക്ലാസ്സുകൾ കേൾക്കുമ്പം നമുക്ക് കിട്ടുന്ന ആനന്ദം അനിർവചനീയമാണ്. കാര്യം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് അത്രയും ആരെക്കുറിച്ചാണ്? ഭഗവാനെക്കുറിച്ചാണ്. ഇവിടെ ബുദ്ധിക്കല്ല പ്രാധാന്യം, ചിന്തകളെ നിയന്ത്രിക്കുന്നിടത്താണ് പ്രാധാന്യം. ഭക്തിയിലെപ്പോഴും ചിന്തയുടെ നിയന്ത്രണം ആവശ്യമാണ്. ഒരാൾ ശാസ്ത്രം പഠിക്കുന്നിടത്ത് ആ ശാസ്ത്ര വിഷയത്തെ ചിന്തിക്കുമ്പോഴും മറ്റു വിഷയങ്ങളിലേക്ക് മനസ്സ് പോകാം. പക്ഷേ ഒരു ഭക്തൻ നാമം ജപിക്കുമ്പോൾ ഇതര വിഷയ വ്യാപാരം അവരുടെ നിഷേധമാണ്. എന്തുകൊണ്ട്? ചൊല്ലുന്ന മന്ത്രത്തിൽ ഇരുന്നില്ലെങ്കിൽ അതിന് ഫലമുണ്ടാകുകയില്ല അവന്. എവിടെയാണെങ്കിലും കർമ്മം ചെയ്യുമ്പം ആ കർമ്മത്തിൻ്റെ ഫലം അവർക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഏകാഗ്രതയും മനസ്സംയമനവും ആവശ്യമാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് അവതാര ലീലകളെക്കുറിച്ച് എത്ര വർണ്ണിച്ചാലും പറയാനാവാത്ത, 1000 നാവുള്ള അനന്തന് പോലും വർണ്ണിക്കാൻ പറ്റാത്തതായിരിക്കുന്ന ഭഗവത് അവതാര ലീലകൾ ഭക്തിപൂർവ്വം പറയുകയും ഭക്തിപൂർവ്വം കേൾക്കുകയും ചെയ്യപ്പെടേണ്ട ഒന്നാണ്. ഭക്തിയില്ലാത്തവരൊന്നും ഇത് കേൾക്കാനോ പഠിക്കുവാനോ ശ്രമിക്കരുതെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മനസ്സ് നിർമ്മലമാക്കി വെച്ച് മനസ്സിൽ ദോഷകർമ്മങ്ങളൊന്നുമില്ലാത്തിടത്ത് പ്രതിഫലിക്കുന്ന ഭഗവത് ചൈതന്യം എവിടെയുണ്ടോ അവിടെയാണ് ശ്രീകൃഷ്ണ അവതാരത്തിൻ്റെ മാഹാത്മ്യവും ഉണ്ടാകുന്നത്. അതുകൊണ്ട് പറയുകയാണ് അടുത്ത ശ്ലോകത്തിലൂടെ, നതേ ഭവസ്യേശ ഭവസ്യ കാരണം വിനാ വിനോദം വദ തർക്കയാമഹേ ഭവോ നിരോധ സ്ഥിതിരപ്യവിദ്യ കൃതായതസ്ത്വയി അഭയാശ്രയാത്മനി. ഈശ്വര, അല്ലയോ ഭഗവാനെ, എല്ലാവരും എപ്പോഴും ഏത് ആപത്തുകളിലും അറിയാതെ വിളിച്ചു പോകുന്ന നാമമാണ് ഈശ്വര എന്നുള്ളത്. ആ സംഭവം അതിനൊരു പ്രത്യേകതയുണ്ട്. എന്താ? പല കാര്യങ്ങൾ കൊണ്ടും നാം വിളിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഒന്ന് സംരക്ഷിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അത് സംരക്ഷിക്കാൻ കഴിയുന്ന ആളാണെന്ന് ആത്മാവിൽ ഒരു വിശ്വാസമുണ്ട്. ഈശ്വരൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നാമം ജപിക്കുമ്പോൾ തന്നെ ആ ഭഗവാന് നമ്മൾ നാമം ജപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എവിടെ നിന്നൊക്കെ കിട്ടിയ അറിവിൻ്റെ പശ്ചാത്തലത്തിൽ ആ നാമം ജപിക്കുമ്പോൾ തന്നെ ഒരു ശക്തിവിശേഷം ഉണ്ടെന്ന് നമുക്കെല്ലാവർക്കും ബോധ്യമാകുന്നു. ഈശ്വര എന്ന് വിളിച്ചാൽ മതി, ആ ഭഗവാൻ നമ്മെ സംരക്ഷിക്കും, ആ ഭഗവത് കൃപ നമ്മളിൽ ഉണ്ടാകും, ആ ഭഗവത് ചൈതന്യം എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാകും എന്ന് നമുക്കൊരു തോന്നലുണ്ടാകും. അതുകൊണ്ട് ഈശ്വര ഈശ്വര എന്ന് ആവർത്തിച്ച് വിളിച്ചോളിൻ. ശ്വാസഗതി എത്ര സഞ്ചരിക്കുന്നു അത്രയും അത് നടക്കട്ടെ. അത്രയും ശ്വാസവും എന്താവും? ശുദ്ധമായിത്തീരും, മനസ്സും നിർമ്മലമായിത്തീരും, ദോഷൈക ദൃക്കുകളൊക്കെ നശിക്കും. പിന്നെയോ ഈശ്വര അഭവസ്യ, ഈശ്വരൻ എപ്പോഴും എന്താണ്? അഭവസ്യനാണ്, ജന്മരഹിതനാണ്. ജനാമരണങ്ങളൊന്നും ഈശ്വരനില്ല എന്നുള്ളത് കൊണ്ടാണ് ഈശ്വരനെ നമ്മൾ അഭയം പ്രാപിക്കുന്നത്. ഈശ്വരൻ ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. ജനിക്കുന്നതാണ് ഈ ശരീരം മാത്രമാണ്. ഈ ശരീരം ഉണ്ടാകുന്നു, ഇത് നശിക്കുന്നു. ഇതുപോലുള്ള സ്ഥൂല രൂപത്തിൽ കാണപ്പെടുന്ന എല്ലാം ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യുന്നതാണ്. പക്ഷേ ഈശ്വരൻ എന്താണ്? ഉണ്ടാകുന്നുമില്ല, നശിക്കുന്നുമില്ല, ജന്മരഹിതനായിരിക്കുന്ന ഈശ്വര, തേ അങ്ങയ്ക്ക് ഭവസ്യ ജന്മത്തിന് കാരണം ഹേതു എന്താണ്? ജന്മരഹിതനായ അങ്ങയ്ക്ക് ശരീരം എടുക്കേണ്ടി വന്നു. എന്താണ് ഇതിൻ്റെ കാരണം? വിനോദം വിന, ലീലയെ കൂടാതെ. ലീല അല്ലാണ്ട് പിന്നെ എന്ത് പറയാനായത്? മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? ലീലയാണ്, ഭഗവാന്റെ ലീല. ഭഗവത് ഭക്തന്മാരുടെ പ്രാർത്ഥന കൊണ്ട് അവരെ അനുഗ്രഹിക്കാനായിട്ട് ക്ലേശങ്ങൾ അത്രയും വളരെയധികം ക്ലേശങ്ങളാണ് ഭഗവാൻ കൃഷ്ണൻ അനുഭവിച്ചിട്ടുള്ളത്.
അതെല്ലാം ഭക്തന്മാർക്ക് വേണ്ടി വളരെ അനായാസമായിട്ട് ഭഗവാൻ അതെല്ലാം ചിരിച്ചുകൊണ്ട് അനുഭവിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഭാഗവതത്തിൽ വർണ്ണിക്കുന്നത്. അപ്പം അങ്ങനെ ലീലയോ കുഴന്നാ തർക്കയാമഹേ, ഞങ്ങൾ ഊഹിക്കുന്നില്ല. അല്ലയോ ഭഗവാനെ, ഇത് ലീലയാണ്. ഭഗവാൻ ഈ ശരീരത്തെ എടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലീലയാണ് ഇതെന്നുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ അല്ലാതെ ഞങ്ങളൊന്നും ഊഹിക്കുന്ന ഏതഹ, എന്തുകൊണ്ടെന്നാൽ സന്തോഷം, അഭയാശ്രയ, അഭയസ്ഥാനമായിട്ടുള്ളവനാണ് ആര്? ഭഗവാൻ. എല്ലാവർക്കും അഭയസ്ഥാനം നൽകുന്ന ആരാണ്? ഭഗവാനാണ്. ആത്മനി, ജീവാത്മാവിൽ, ഭവക, ജന്മവും, നിരോധ, മരണവും, സ്ഥിതി അഭി, ഇരിപ്പും, തൊയ്, നിന്തിരുവടിയിൽ, അവിദ്യ കൊണ്ട്, അജ്ഞാനം കൊണ്ട്, കൃതഹസ, കൃതങ്ങളാകുന്നു. ഇതെല്ലാം അല്ലയോ ഭഗവാനെ, അങ്ങയ്ക്ക് യാതൊരു സംബന്ധവുമില്ല. അജ്ഞാനികളായ ആളുകളുടെ ആരോപണം മാത്രമാണ് ഇതെല്ലാം. ജ്ഞാനമുള്ളവർക്കൊന്നും ഈ വക ദോഷങ്ങളൊന്നും ഇല്ല. അവർ ചിന്തിക്കുന്നേ ഇല്ല. എന്തുകൊണ്ട്? അവർ ചിന്തിക്കുന്ന അത്രയും ജന്മരഹിതനായിരിക്കുന്ന ഭഗവാനെക്കുറിച്ച് മാത്രമാണ്. ഇവിടെ അങ്ങയ്ക്ക് ഈ ജന്മത്തിന് കാരണഹേതുവായിരിക്കുന്ന വെറും ലീലയാണെന്ന് ജ്ഞാനികളായിട്ടുള്ള ഭഗവത് അനുഗ്രഹം കിട്ടിയിട്ടുള്ള ആളുകൾ വിചാരം ചെയ്യുന്നു. പിന്നെയോ നിന്തിരുവടിയിൽ അവിദ്യ കൊണ്ടാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുമ്പോഴും അവിദ്യ കൊണ്ടാണ് ഇതെല്ലാം എന്നുള്ള കാര്യം ഓർമ്മയിൽ വയ്ക്കുക. എന്നുള്ള കാര്യങ്ങൾ ഓർമ്മയിൽ വെച്ചുകൊണ്ട് നമ്മളിലുള്ള ദോഷൈക ദൃക്കുകളെല്ലാം പോയി ജനനമില്ലാത്തവനാണെങ്കിൽ കൂടിയും ഭക്തന്മാരെ പരിപാലിക്കുന്നതിന് ആയിട്ട് സത്വരജോസ്തമോ ഗുണങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ഭഗവാൻ ഇവിടെ അവതരിക്കും എന്നുള്ള കാര്യം, അവതരിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. അത് ഭഗവാന്റെ ലീലയാണെന്നുള്ള കാര്യവും ഭാഗവതത്തിൽ വെളിപ്പെടുത്തുന്നു. ആ ലീല വിനോദനായിരിക്കുന്ന ഭഗവാനെ നമുക്ക് സ്തുതിക്കാം. നമുക്കും അതുപോലെ ഈ ജനന മരണങ്ങളില്ലാത്തൊരവസ്ഥ പ്രാപിക്കുവാൻ, അത്യന്ത സുഖത്തെ പ്രാപിക്കുവാൻ സാധിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കാം. നമസ്കാരം.